ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു അൻവി ടെക്സ്റ്റൈൽസ്, പഴയ ബസ് സ്റ്റാൻഡ്, ഗാലക്സി കോംപ്ലക്സ്, പാടിയൂട്ടിച്ചാൽ. നമസ്കാരം, A1 ന്യൂസിലേക്ക് സ്വാഗതം. ചെറുപുഴയിൽ നമ്മൾ അറിയുന്ന ഒരു കർഷകനുണ്ട്. നമ്മൾ ഉറങ്ങുമ്പോൾ അദ്ദേഹം ഉണർന്നിരിക്കുന്നുണ്ടാകും. രാത്രി 12 മണിക്ക് വിളിച്ചാലും ഒരുപക്ഷെ വന്യജീവികളെ അകറ്റാൻ ശബ്ദമുണ്ടാക്കുകയോ ജലസേചനം നടത്തുകയോ ചെയ്യുന്ന തിരക്കിലായിരിക്കും അദ്ദേഹം. കഴിഞ്ഞ 10 വർഷത്തിലധികമായി താൻ പാട്ടത്തിലെടുത്ത് കൃഷി ചെയ്യുന്ന 30 ഏക്കർ സ്ഥലത്ത് വർഷത്തിൽ ഏത് സമയത്ത് പോയാലും വിളവെടുക്കാൻ പാകത്തിലുള്ള കൃഷി നമുക്കവിടെ കാണാൻ കഴിയും. ഇദ്ദേഹത്തിന് കൃഷി കഴിഞ്ഞ് ബാക്കി എല്ലാം ഉള്ളൂ. എന്നാൽ കൃഷിയിൽ നിന്ന് സമ്പാദിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യവുമല്ല. ആരും ആ കൃഷിയിടം സന്ദർശിച്ച് അവിടെയുള്ള അപൂർവ ഇനം നടീൽ വസ്തുക്കൾ കണ്ട് ആഗ്രഹം പ്രകടിപ്പിച്ചാൽ ഒരു പ്രതിഫലവും വാങ്ങാതെ തന്നെ അദ്ദേഹം അത് നൽകുന്ന പ്രകൃതമാണ്. ഞാൻ ഇത്രയും ഇവിടെ പറഞ്ഞത് മറ്റാരെക്കുറിച്ചുമല്ല, A1 ന്യൂസ് മുൻപൊരിക്കൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ നമ്മുടെ സ്വന്തം പാണ്ടിക്കടവിലുള്ള പീറ്റർ ജോസഫ്. കാണാം അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ പീറ്റർ ജോസ് എന്ന് പറയുന്ന കർഷകനെ പരിചയപ്പെട്ടിട്ടൊരു ഇവിടെ ചെറുപുഴ കൃഷിഭവനിൽ വന്നതിന് ശേഷം ഒരു 9 മാസം 10 മാസം ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് കൃഷിസ്ഥലങ്ങളിലും കർഷകരെയും കണ്ടത് കൊണ്ട് പറയുകയാണ്, യഥാർത്ഥത്തിൽ ഒരു യഥാർത്ഥ കർഷകൻ നല്ല രീതിയിൽ മാത്രമാണ് പറയാൻ പറ്റുന്നൊരു കർഷകനാണ് ഇദ്ദേഹം. കാരണം നമുക്കറിയാം, ഈ 30 ഏക്കറോളം സ്ഥലം പാട്ടത്തിനടുത്ത് ഇവിടെയുള്ള കൃഷിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് അവസരത്തിൽ വന്നു കഴിഞ്ഞാലും വിളവെടുക്കാനായ കൃഷി ഉണ്ടാകുമെന്നുള്ളതാണ്. പച്ചക്കറി ആയാലും പഴവർഗ്ഗമായി കഴിഞ്ഞാലും, ഇപ്പോൾ വാഴക്കൃഷി, അതുപോലെ തന്നെ മരച്ചീനി, ഏത് സമയം നമ്മൾ വന്നു കഴിഞ്ഞാലും അദ്ദേഹം വിളവെടുക്കുന്നുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഓരോ ഘട്ടത്തിലും ഘട്ടം ഘട്ടമായി കൃഷി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹം കിടക്കുന്ന സ്ഥലം നമ്മൾ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന് വീട് ഇവിടെ ഉണ്ട്, ജോസ്ഗിരി ഉണ്ട്. പക്ഷേ ഇത്രയും പരിമിതമായ സാഹചര്യത്തിൽ അദ്ദേഹം ഇവിടെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ ആഴ്ചയിൽ 1-2 പ്രാവശ്യമാണ് വീട്ടിലേക്ക് പോകുന്നത്. ഇവിടെ തന്നെ നിൽക്കുന്നത് അദ്ദേഹം ഈ കൃഷി സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. രാത്രി 12 മണിക്ക് ഞാൻ ഒരു ദിവസം വിളിക്കുന്ന സമയത്ത് അദ്ദേഹം ഇവിടെ വെള്ളമൊഴിക്കുകയാണ്, ജലസേചനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ വന്യജീവികളുടെ ആക്രമണം ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് രാത്രിയാണ് എഴുന്നേറ്റ് പോയി അതിനെ ശബ്ദമുണ്ടാക്കി അകറ്റുന്നത്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുട്ടികളെല്ലാം വലുതായി ഓരോരോ ജോലിയിൽ കയറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സംരക്ഷണയിൽ കഴിയേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. എങ്കിലും അദ്ദേഹം കൃഷിയോടുള്ള അമിതമായ താല്പര്യം മൂലമാണ് ഇവിടെ നിൽക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് കാണുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമ്മളെ എക്സ്പീരിയൻസ് ആണ്. പല കൃഷിക്കാരുടെ സമീപത്ത് പോയ സമയത്ത് ലഭിക്കുന്ന എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇവിടെ വന്നിട്ട് അദ്ദേഹം കൃഷി ചെയ്യുന്ന, ഇപ്പോൾ വാഴക്കൃഷി തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈപ്പ് ഉണ്ട്, പല വിധത്തിലുള്ള വാഴക്കൃഷിയുണ്ട്. അത് കർഷകർക്ക് പരിചയപ്പെടുത്തുന്ന സമയത്ത് അതിൻ്റെ ഒരു വിത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വിത്ത് ചോദിക്കുന്ന സമയത്ത് തന്നെ അത് സൗജന്യമായി നൽകുന്നു എന്നുള്ളതാണ്. പുഷ്പകൃഷിയുണ്ട്, വാഴക്കൃഷിയുണ്ട്, ചെറുധാന്യ കൃഷിയുണ്ട്. ഇപ്പോൾ ആ ചെറുധാന്യ കൃഷിയിൽ ആ ചെറുചോളത്തിൻ്റെ വിത്ത് നമ്മൾ 2 ദിവസം വന്ന സമയത്ത് വിത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പറഞ്ഞത് പിന്നെ കർഷകർ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വന്നാൽ കൊടുക്കാം, അതിന് പ്രത്യേകിച്ച് പ്രതിഫലമൊന്നും തരേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു മനസ്സൊരു കർഷകൻ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് യഥാർത്ഥ കർഷകൻ. അദ്ദേഹം പറയുന്നത് എനിക്ക് ആവശ്യമുള്ള വിത്ത് ഇവിടെ എടുത്തു വെച്ചതിന് ശേഷം മറ്റ് കർഷകർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഇടയിലും അതിൻ്റെ വിത്ത് സംരക്ഷണം നടക്കുമെന്നുള്ളതാണ്. ഇത്രയും കൃഷി ചെയ്യുന്ന സമയത്തും പരമ്പരാഗത രീതിയിലുള്ള ഇപ്പോൾ നാട്ടുമാവിനെല്ലാം അതിൻ്റേതായ രീതിയിൽ അദ്ദേഹം സംരക്ഷിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ്. പാട്ടകൃഷിയുള്ള സ്ഥലമാണെങ്കിലും നാട്ടുമാവ് സംരക്ഷിക്കുന്ന ഇപ്പോൾ ഒരുപാട് നാട്ടുമാവുണ്ട് ഇവിടെ. അത് വേണ്ട രീതിയിൽ പരിപാലിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു വ്യത്യസ്തതയാർന്ന ഒരു കർഷകനായിട്ടാണ് ഞാൻ ഈ
ചേട്ടനെ കണ്ടത്, അല്ലെങ്കിൽ പീറ്റർ ജോസ് എന്ന് പറയുന്ന ഈ കർഷകനെ കണ്ടത്. അപ്പോൾ അത് ഇങ്ങനെയുള്ള കർഷകർ, അതായത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളും കൃഷിയോട് അതീവ താല്പര്യമുള്ള ആളാണ്. പുറത്ത് കൂടുതലൊന്നും കൂലി കൊടുക്കാതെ ഏകദേശം 24 മണിക്കൂറും രാപ്പകൽ ഭേദമില്ലാതെ ഈ കൃഷിയെ സ്നേഹിച്ചുകൊണ്ട് കഴിയുന്ന അപൂർവമായ കർഷകരെ മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കൂ എന്നുള്ളതാണ്. ലാഭേച്ഛ ഇല്ലാതെ കൃഷി ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞു, ഏകദേശം ഇപ്പോൾ 70 രൂപയോളം വാഴക്കൊലക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ 70 രൂപ കിട്ടുന്നുണ്ട്. പക്ഷേ 20 രൂപയുള്ള കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ കൊലച്ച് അദ്ദേഹം വിൽപ്പന നടത്തുന്നുണ്ട്. ആ സമയത്ത് കിട്ടുന്ന തുകയും ഈ സമയത്ത് കിട്ടുന്ന തുകയും തമ്മിൽ പരസ്പരം താരതമ്യം ചെയ്യുന്ന സമയത്ത് കൂടുതലും കുറവുമാണെങ്കിലും അദ്ദേഹത്തിന് ഒരുവിധം നഷ്ടമില്ലാതെ കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഈ ബഹുള കൃഷികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. വ്യത്യസ്ത രീതിയിലുള്ള കൃഷികൾ ചെയ്യുന്ന സമയത്ത്, എല്ലാ സമയത്തും കൃഷി ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്ത്, ഏത് സമയത്തും വിളവ് ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഇപ്പോൾ പറഞ്ഞു ലാഭേച്ഛയോടുകൂടിയല്ല കൃഷി ചെയ്യുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം നിറവേറ്റാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ്. കൃഷിഭവൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം പരിമിതമായതാണെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. തക്കാളിക്കൽ പേര് പീറ്റർ ജോസഫ് എന്നാണ്. ഒരുവിധം എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. പക്ഷേ എന്നെ ബെന്നി കുറ്റ്യാത്തെന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. ഞാൻ ചെറുപുഴ പഞ്ചായത്തിൽ പാണ്ടിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 30 ഏക്കറോളം സ്ഥലം കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ സ്വന്തം സ്ഥലമായ ജോസ്ഗിരിയിൽ ഒരു 3 ഏക്കറുള്ള സ്ഥലം, ബാക്കി എല്ലാ കൃഷിയുണ്ട്. ഇവിടെ ഇപ്പോൾ കൃഷി ചെയ്ത ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് പകച്ചു നിന്നൊരു കാലഘട്ടമായിരുന്നു. പന്നിശല്യവും അതുപോലെ തന്നെ വില കിട്ടാത്തതും, ബാക്കി നമുക്ക് ഇത് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എന്ന് തോന്നിയതുകൊണ്ട് തന്നെ പകരുമെന്ന് തോന്നി. പക്ഷേ ഇപ്പോൾ എന്നാ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എപ്പോഴും എന്തുകൊണ്ട് കപ്പയ്ക്ക് കപ്പയുണ്ട്, വാഴക്കൊലയ്ക്ക് വാഴക്കൊലയുണ്ട്, പച്ചക്കറിക്ക് പച്ചക്കറിയുണ്ട്, എല്ലാ സാധനവും കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു സാധനത്തിന് ലേശം വില കുറഞ്ഞാലും നമുക്ക് ബാക്കി സാധനം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് ആൾക്കാരെ വെച്ചുള്ള പണി നമ്മളിവിടെ ചെയ്യുന്നില്ല. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി ചെയ്തു. പിന്നെ എൻ്റെ സുഹൃത്തായി കുര്യാഞ്ചേട്ടന് കുറേ വർഷങ്ങളായിട്ട് തന്നെ എൻ്റെ കൂടെയുണ്ട്. 8-10 വർഷമായിട്ട് എൻ്റെ കൂട്ടത്തിലുണ്ട്. ഞങ്ങൾ രണ്ടുപേരും തന്നെ ഉള്ളൂ മെയിനായിട്ട് ഇവിടെ പണി. ഒരു നിവൃത്തി ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരാളെ കൂടെ കൂട്ടും. വല്ല പന്തലിടാനോ കമ്പി വലിക്കാനോ ഒക്കെ സഹായത്തിനുണ്ടെങ്കിൽ വേണ്ടി മാത്രമേ കൂട്ടുന്നുള്ളൂ. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു തടം പയർ പോയാൽ എന്നാലേ അവിടെ നമ്മളൊരു പടവലോ അല്ലെങ്കിൽ മറ്റ് പാവലോ മറ്റെന്തെങ്കിലും കൃഷി ചെയ്യും, വെള്ളത്തിന് ലഭ്യത അനുസരിച്ച്. ഇപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ എല്ലാത്തിനും മാർക്കറ്റുണ്ട്. എല്ലാത്തിനും തന്നെ പച്ചക്കറിക്ക് മാർക്കറ്റുണ്ട്, വാഴക്കൊലയ്ക്ക് മാർക്കറ്റുണ്ട്, എടുക്കാൻ ആളുണ്ട്. ഇപ്പം ഇങ്ങനൊരു സംഭവം അറിയുന്നത് കൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ, ജനങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്ന് ഇവിടെ കൃഷിക്കാരുടെ അടുത്ത് നിന്ന് നേരിട്ട് ഇപ്പോൾ ഈ മണ്ഡപത്തിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ നിന്ന് മേടിക്കുന്നുണ്ട്, കടുമേനിയിൽ നിന്ന് ആൾക്കാർ വന്ന് മേടിക്കുന്നുണ്ട്, കമ്പല്ലൂരിൽ നിന്ന് ആൾക്കാർ വന്ന് മേടിക്കുന്നുണ്ട്. അവർ നേരിട്ട് തന്നെ പച്ചക്കറി നേരത്തെ വിളിച്ചു പറയും, ഇന്ന് പറിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണം കേട്ടോ. അവരൊരു വണ്ടിക്ക് ഒരു 5-10 പേര് വരും. അവർ തന്നെ നേരിട്ട് വന്ന് ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ മാർക്കറ്റിനെ കുറിച്ച് ഒരു ബുദ്ധിമുട്ടുമില്ല. തന്നെയുള്ള പച്ചക്കറിയെ സംബന്ധിച്ചുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നേരം വെളുത്ത് ഒരു 9 മണിക്ക് മുമ്പ് ഒരു 2500 രൂപ നമ്മുടെ കീശയിൽ വീടുന്നൊരു പണിയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പണി ചെയ്താൽ മതി. പിന്നെ ഒരു സാധനമൊന്നുമല്ല, തേനീച്ചയുണ്ട്, മീനുണ്ട്, പശു, പട്ടി, പന്നി, കോഴി, താറാവ്, മുയൽ എന്ന് വേണ്ട അങ്ങനെയുള്ള ജീവജാലങ്ങളെല്ലാം ഉണ്ട്. ചെറുതേനും വൻതേനും ഉണ്ട്. ബാക്കി വീട്ടിലേക്കുള്ള ഇപ്പോൾ മുട്ടയ്ക്കാണെങ്കിൽ മുട്ടയോ അങ്ങനെയുള്ള സംഭവങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. പന്നിനെ പ്രതിരോധിക്കാനാണ് നമ്മളിവിടെ ഈ കാർബൈഡ് കൊണ്ട് പൊട്ടിക്കുന്ന ഒരു PVC പൈപ്പുണ്ട്. പിന്നെ മെയിനായിട്ട് ഞാൻ പറയാം, നമ്മൾ 90% നമ്മൾ പറമ്പിലുണ്ട്, രാത്രിയാണേലും പകലാണേലും. ഇത് മെയിനായിട്ട് എന്നാന്ന് വെച്ചാൽ, എല്ലാവരുടെയും സ്ഥലം തെളിച്ചിട്ടേക്കുവാണെങ്കിൽ തന്നെ എല്ലാവരുടെയും സ്ഥലം തെളിച്ചിടുവാണെങ്കിൽ, അതായത് കാട്ടുമൃഗ ശല്യം എന്ന് പറയുന്നത് തന്നെ നമ്മൾ 95% ഫോറസ്റ്റ് ഏരിയയുടെ ബൗണ്ടറിയിൽ താമസിക്കുന്നവർക്കൊക്കെ. പക്ഷേ ഈ ടൗൺ ഏരിയയിൽ 95% അവനവൻ്റെ പറമ്പ് തെളിച്ചിട്ടാൽ തന്നെ കാട്ടുമൃഗ ശല്യം കുറയും. 100% ഇത് കിടക്കാനുള്ള അവസരം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് വിട്ടു പോവുകയുള്ളൂ. രണ്ടാമത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണ്, എല്ലാവർക്കും അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. നമ്മൾ രാവ് പകരം തന്നെ പറമ്പിക്കൊണ്ടുണ്ട്, രാത്രിയിലെല്ലാം നനയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പന്നിയൊന്നും ഇപ്പം വരുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പം എല്ലായിടും തെളിഞ്ഞും പോയി. പറമ്പ് 90% കാട് തെളിഞ്ഞു പോയി. അതുകൊണ്ട് അവർക്ക് തങ്ങാൻ സ്ഥലമില്ല.
പിന്നെ നമ്മുടെ കൃഷിയെ സംബന്ധിച്ച് ഞാൻ പറയും, ഇപ്പോൾ വിട്ടേക്കുന്ന പച്ചക്കറിയോ ഇല്ലെങ്കിൽ ആ പാവല പടവലോ എല്ലാം നമുക്കുണ്ട്. നമ്മുടെ കൃഷി വകുപ്പിൻ്റെ വിത്താണ്. എല്ലാവരും പറഞ്ഞ കൃഷി വകുപ്പിൻ്റെ വിത്ത് വളരെ മോശമാണ്, കൊള്ളുകയില്ല അതായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പയർ കണ്ടല്ലോ, പയറും സംഭവം കണ്ടു. കൃഷി വകുപ്പിൽ നിന്നാണ് അതിന് കുറച്ച് വളവും നമുക്ക് കിട്ടി സബ്സിഡി ആയിട്ട്. പിന്നെ വളരെ ശക്തമായ നേതൃത്വം നമുക്ക് വേണ്ടി ലഭിക്കുന്നുണ്ട്, നല്ല നേതൃത്വം ലഭിക്കും. എന്താവശ്യത്തിന് വിളിച്ചാൽ ഇപ്പം ഞാൻ ഇവിടെ വന്നിട്ട് പോയതേ ഉള്ളൂ. പിന്നെ കുറച്ച് മുമ്പ് നിങ്ങൾ ചോദിച്ചു സാറ് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ, സാറിന് ഒരു 50 തവണ എനിക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് സാറ് ഞാൻ പോകുന്നതിന് മുമ്പേ സാറ് ഈ പുറമേക്കൂടെ എല്ലാം പോകുന്നതിൻ്റെയാണ് വെച്ചാൽ എല്ലാ വഴി സാറിന് അറിയാം ഇതിലെയാണ് പോകേണ്ടതെന്ന് അറിയാം. അതുകൊണ്ട് അങ്ങനെ വളരെ നല്ല ഇടപെടലാണ്. ഇപ്പം 5 മേടം വന്നു, ഇനിയാന്ന് അവരെല്ലാം വന്ന് കണ്ടിട്ട് എന്താ അഭിപ്രായം. ഇപ്പോൾ ആ വെള്ളരിയുടെ ഞരമ്പിൻ്റെ ഇല കരിയുന്നതിന് അതിനുള്ള പ്രതിരോധത്തിനുള്ള മരുന്ന് പറഞ്ഞു ഒന്നും ഞാൻ ചെയ്തില്ല. ഇന്നലെയായിരുന്നു വന്നത്, അത് തൊട്ടടുത്ത ദിവസം തന്നെ ചെയ്യും. മലയോരത്തിന്റെ വാണിജ്യ കേന്ദ്രമായ പാടിയോട്ടുചാലിൽ ലേഡീസിന് മാത്രമായി ഒരു വസ്ത്ര വ്യാപാര കേന്ദ്രം അൻവി ടെക്സ്റ്റൈൽസ്, പഴയ ബസ് സ്റ്റാൻഡ്, ഗാലക്സി കോംപ്ലക്സ്, പാടിയോട്ടുചാൽ. ലേഡീസിന് മാത്രമായി ഏറ്റവും പുതിയ മോഡലുകൾ, ചുരിദാർ സെറ്റുകൾ, കുർത്ത, ടോപ്പുകൾ, ഫാൻസി ഷാളുകൾ മുതലായവ ഏറ്റവും മിതമായ നിരക്കിൽ നിങ്ങളിലേക്ക്. അൻവി ബിയോണ്ട് ദ ലൂം, ഗാലക്സി കോംപ്ലക്സ്, പാടിയോട്ടുചാൽ. ഫോൺ 9964670511.